ഇവിടെ എത്തിയിട്ട് നന്ദൂനെ കാണുന്നില്ല. കൂട് പൊട്ടിക്കോ? ഉണങ്ങി ചാണകത്തിന്റെ മേലെ ഭാഗത്തെടുക്കണേ. ലവ് പാട്ട് അത് ആർക്കറിയോ? അമ്മയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് അതാ. പോയി വന്നപ്പോ കടയിൽ പോയി പച്ച വിളിച്ചു പറയണം. ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. നേരത്തെ ഞാൻ കിങ്ങിണീനെ ഫുള്ള് കളിയാക്കലായിരുന്നു കേട്ടോ. കളിയാക്കി പറഞ്ഞ അബ്ജാദി കളിയാക്കല്. കിങ്ങിണീന് ചിരിച്ചുകൊണ്ടിരുന്ന കിങ്ങിണി ചിരി ഇല്ലാതായി, അങ്ങനെ ആക്കി കളഞ്ഞ്. എന്തായാലും വീഡിയോ കണ്ടോക്ക്. ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് രണ്ടാമത് പുറത്തുനിന്ന് ഇൻട്രോ എടുക്കാം കേട്ടോ. പെട്ടെന്ന് പോയി വീഡിയോ എടുത്തല്ലേ, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇൻട്രോ വന്നിട്ട് തുടങ്ങാൻ പറ്റിയില്ല. കിങ്ങിണി രാവിലെ തന്നെ ദേഷ്യപ്പെടും. നോക്ക് വെറുതെ ചിരിക്കാൻ പറഞ്ഞു അവള് ദേഷ്യപ്പെടും. കണ്ടോ കണ്ടോ, ക്യാമറ ഒന്നും പൊത്തിട്ട് ആയല്ലേ. ഇതിന്റെ ചിരി ഒന്ന് കാണട്ടെ. രാവിലെ 6 മണിക്ക് ഇതിന്റെ ചിരിയൊക്കെ കണ്ടിട്ട് എണീക്കാൻ രസം. അതാ അച്ഛാ, അതാ ഒന്ന് ചിരിച്ചാ കീനൊന്ന് ചിരിച്ചാ. അങ്ങോട്ട് ശരിക്ക് നല്ല ചിരിയാണല്ലോ. ഏതോ ഒരു പാട്ടന്നെ കുറെ വട്ടം കേട്ടോണ്ട് കേട്ടോ. അതിനാണ് എനിക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ ക്യാമറ കൊണ്ടുപോയിട്ട് നിന്റെ ചിരി കാണാൻ നല്ല രസമുണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടേ കിങ്ങിണീനെ ആകെ അടിയിലാക്കി. എന്നിട്ട് കിങ്ങിണി ചിരിക്കണില്ല, എത്ര പറഞ്ഞിട്ടും ചിരിക്കണില്ല. എൻ്റെ അടുത്ത് ദേഷ്യം പിടിച്ചിരിക്കുക. അടുക്കളയിൽ ഇപ്പോൾ മുട്ട ഓംപ്ലേറ്റ് അടിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ചായ കൊണ്ട് പുറത്തേക്ക് വന്നാൽ ഇപ്പോൾ അകത്തുനിന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ പാട്ട് വെച്ചിരിക്കണം. നല്ല ഭക്തിഗാനം കേട്ടോണ്ട് നിൽക്കുക അച്ഛൻ. ഞാൻ വല്ല പുറത്തേക്ക് ഇറങ്ങിയിരിക്കണേ ചായ കുടിക്കാനേ. ഇതിപ്പം അകത്തേക്ക് കാരണം എഡിറ്റ് ചെയ്യാണ്ടേ, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇപ്പം അകത്തേക്ക് കാരണം രാവിലെ കഴിക്കാനിതാ പുട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. സാമ്പാർ ആവുന്നുണ്ട് അടുക്കളയിൽ. സാമ്പാർ ആയിക്കൊണ്ടൊക്കെ ഉണ്ട്. അമ്മ തോട്ടിൽ അലക്കാണ്. സാമ്പാർ അടുപ്പ് തേച്ച് പോയിട്ടുണ്ട്. കിങ്ങിണി ഇവിടെ ഉണ്ട്, TV കണ്ടോണ്ടിരിക്കണ്. അപ്പോൾ ഈ പുട്ട് തിന്നു കഴിഞ്ഞിട്ട് നന്ദുവിന്റെ വീട്ടിൽ പോകണം. പട്ടിക്ക് തീറ്റ കൊടുക്കണ്ടേ? പിന്നെ പട്ടിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി അത് അവന്റെ വീട്ടിൽ പോകണം കേട്ടോ. അപ്പൊ പുട്ടെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നന്ദുവിന്റെ വീട്ടിൽ കേട്ടോ. അമ്മ പോയിട്ട് വരാം. ഓക്കെ വേഗം വരുമല്ലേ? മെല്ലെ വരാം. മെല്ലെ അതിക്കൂടെയൊക്കെ നടന്നിട്ട് മെല്ലെ വരാം. വായി നോക്കി എന്ത് വായി നോക്കിക്കാൻ അവിടെ പോയിട്ട്? ആ വായി നോക്കിക്കുക അവിടെ പോയിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ പകുതി എത്തിയിട്ടോ. എന്നിട്ടും എല്ലാവരും സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർത്തമാനം, എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്പേസിനെ പറ്റി എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും നടക്കുക. എന്താ അറിയില്ല, ഫുള്ള് സൈലൻ്റ്. ഞാൻ അങ്ങനെ ആലോചിക്കുക, ഇവിടെ വരെ എത്തി എന്നിട്ട് ഒരക്ഷരം ആരും പറയണില്ല. ഞാനും പറയണില്ല, ഇവനും പറയണില്ല. ബാക്ക് ഭാഗത്ത് സൂര്യനുള്ളത് കൊണ്ടുണ്ടല്ലോ കൈത്തും പുറമൊക്കെ നല്ല ചൂടെടുക്കുക. നിൻ്റെ ചൂടെടുക്കില്ല എന്തോ ഇങ്ങനെ ചൂടെടുക്കുക. എന്നിട്ട് നേരെ ഇവൻ്റെ വീട്ടിൽ പോട്ടെ. ഒരു നേരമല്ലേ ഫുഡ് കൊടുക്കുള്ളൂ. പട്ടിക്ക് ഒരു ആയിട്ടല്ലേ ഫുഡ് കൊടുക്കുള്ളൂ. രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഇവൻ്റെ അച്ഛൻ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഇവൻ്റെ അച്ഛൻ ഇതെടുത്ത് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞേ. ഒരു നേരം ആ പട്ടിക്ക് ഫുഡുള്ളൂ എന്ന് പറഞ്ഞേ. ഈ ടവറൊക്കെ നോക്കില്ല എന്തോ. പിന്നെ മേലേക്ക് കയറുകയാണെങ്കിൽ ഈ ഭാഗം മുഴുവനായിട്ട് കാണില്ലടാ. മോനെ കയറിയാലോ? അവിടെ ലോക്ക് തോന്നുന്നുണ്ട്, നമുക്ക് കയറാൻ പറ്റണല്ലേ. അതാണ് അത് കൂടെ ഏണി ഉണ്ടാവും നീളത്തിൽ മേലെ വരെ. അമ്മേ, അപ്പോൾ റോക്കറ്റൊക്കെ വലുതായിരിക്കൂലേ? ഐഷ് ഇതോടാ പഞ്ഞിയോടാ, ഒറിജിനൽ നാച്ചുറൽ പഞ്ഞി. ഐഷ് ഇതാട്ടോ ഒറിജിനൽ പഞ്ഞിയായിട്ട് മരത്തിൽ നിന്ന് വീണ പഞ്ഞി. ഇതാ അതിൻ്റെ മരം ഇതാ കാണുന്നത്. ഓ, ഇത് കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ചൂടത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ പാമ്പുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ വിത്ത് എടുത്തിട്ടില്ലേ, ഇവിടുന്ന് പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ടാ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഈ ചെടി വളർന്ന് വലിയ മരമായിട്ട് അവിടെയൊക്കെ ഉണ്ടാവും ഇതേപോലത്തെ നാച്ചുറലായിട്ടുള്ള പഞ്ഞി. അവിടെ ഇവിടെയൊക്കെ വീണോളൂ കേട്ടോ. കോട്ടൻ്റെ അല്ല, കോട്ടൻ്റെ എന്താ നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞി. ഇത് മതി. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ എത്തിയിട്ട് നന്ദുവിനെ കാണുന്നില്ല. നന്ദു, ഞാനിവിടെ എത്തിയിട്ടേ നന്ദുവിനെ കാണുന്നില്ല. ഞാൻ ചേച്ചി അവൻ പറ്റിച്ചുണ്ടാവും. ഒറ്റയ്ക്ക് നീ ഇപ്പോൾ ചോറ് ഇട്ട് കൊടുക്കണ്ടോ? നിൻ്റെ അച്ഛൻ വന്നിട്ടോ? അച്ഛൻ വന്നിട്ടോ? വിളിച്ചു പറഞ്ഞോ? എന്താ പറഞ്ഞേ? ചോറ് കൊടുക്കാം, ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാം. എത്ര മണിയാവും? അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ പോകാനാ. ചോറ് ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ്റെ അച്ഛൻ ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് വന്നിട്ട് ചോറ് ഇട്ട് കൊടുത്തോളും പട്ടിക്ക്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. കുറച്ച് ഇരുന്നിട്ട് പോടാ, ചാർജ് തീരില്ല കേട്ടോ. നമുക്ക് വീട്ടിലെത്തിയിട്ട്
വൈകി തുടങ്ങാം. പട്ടീനെ കാണിച്ചു തരാം, പട്ടീനെ കാണിച്ചു. വാ എടാ നീ വാ, പട്ടീനെ കാണിച്ചു കൊടുക്കണ്ടേ. കൂട് പൊട്ടിക്കോ? നീ തള്ളല്ലേ, കൂട് പൊട്ടിക്കുന്നു പട്ടി. പോകുമ്പോൾ ഈ ഭാഗത്ത് കൂടെ പോവാം, അത് കൂടെ പോകണ്ട. നേരത്തെ തന്നെ എന്നെ ഒരുമാതിരി ആക്കിയ പട്ടി കൂട് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അന്ന് കുറേ വട്ടം കൂട് പൊട്ടിച്ചാന്നൊക്കെ പറയുന്നത്. വേണ്ട, എനിക്കിനി ജീവിക്കാനുള്ള, എനിക്ക് വയ്യ. പട്ടീൻ്റെ കടിയും കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാൻ. പുക്കളുടെ സൈഡിലൊക്കെ എത്രയോ സൂചിത്തുന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിരിക്കണം ആരൊക്കെ. ശരിക്കുള്ളതായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ പട്ടീനെ അടുത്ത് കൂടെ പോകണില്ല. പോകുമ്പോൾ ഈ ഭാഗത്ത് കൂടെ പോകട്ടോ. ഇപ്പോൾ കുരു അവിടെ എവിടെയൊക്കെ ഇടണമെന്ന് വിചാരിച്ചാട്ടോ. ചാർജ് ആകെ 1% ഉണ്ട്. ഇപ്പം മൊബൈൽ സ്വിച്ച് ഓഫ് ആവും. ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പൈതി ആകുമ്പോഴത്തേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ആവാൻ തോന്നുന്നത്. അത് മാത്രമല്ല നല്ല വെയിലുണ്ട്, വേർക്കുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇനി നേരെ എങ്ങോട്ട് അറിയാം, ആ പാലം വരെ പോയിട്ട് നമ്മൾ ഉച്ചയ്ക്കെടുത്ത വിത്തില്ലേ അത് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. അത് കുറേ കഴിഞ്ഞ് വലുതായിക്കോളും. ഉച്ചയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മൊബൈൽ ചാർജ് ഉണ്ടായില്ല, സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് മാത്രമല്ല വെയിലും കുറവുണ്ട്. നമുക്ക് അവിടെ വരെ പോയിട്ട് മെല്ലെ വിത്ത് ഓരോ സ്ഥലത്ത് വെക്കാം. എങ്ങോട്ടില്ല, അമ്മ അവിടെ മീറ്റിംഗ്. ഫോട്ടോ നാശാക്കാണ്ടല്ലോ കേട്ടോ. ഒരു മരം ഇവിടെ വേണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. കാണില്ല, ആ മൂലയ്ക്ക് ഒന്ന് പോയിട്ട് തരാം. എത്ര എണ്ണോ? 1 ഇടണോ 2 എണ്ണം ഇടണോ? 1 തെറിച്ച് പോവാണേ. 1 പോയി, 2 പോയി, 3 എണ്ണം അവിടെ ഇട്ടേക്കണം. അതിൻ്റെ വിത്ത് ഇനി സ്റ്റോക്ക് എടുക്കുക കേട്ടോ. ഇനിയും സ്ഥലം നോക്കിയോട്ടെ. വെള്ളം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ വേഗം വളർന്നോളും. ഇതാ ഇവിടെ ഇട്ടാലേ, ഇതാ റെഡിയാണേ. ഇന്ന് അവിടെ 2 എണ്ണം കിടക്കട്ടെ അല്ലേ. ഇത് നല്ല ഉണങ്ങിയ വിത്താണ് കേട്ടോ. ചെറുതായിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മുളച്ചോളും. ഇല്ലെന്തോ ഇവിടെ എവിടെയൊക്കെ മെല്ലെ 2 എണ്ണം ഇവിടെയും തട്ടാം. ആ പേരക്കേൻ്റെ ഭാഗത്ത് തട്ടണടാ. ഇതാ ഇവിടെ 1 ഇടാണേ. 1 അല്ലേ 2 എണ്ണം ഇടല്ലേ. തോന ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ആ ചാലിൻ്റെ ഭാഗത്തേക്ക് 1. എടാ ഇനി 2-3 എണ്ണം ഉള്ളൂ. ഇനി ആകെ 2-3 എണ്ണം ഉള്ളൂ. ഇതാ ഇനി അത് നമുക്ക് പേരക്കേൻ്റെ ഭാഗത്തിടാം. പേരക്കേൻ്റെ ഭാഗത്തിടാം അല്ലേ. ഇതിൽ കൂടെ പോകണം, ഇതിൽ കൂടെ തന്നെ പോകണോ? ഇതിൽ കൂടെ തന്നെ പോവാം. എന്നാൽ ഇതിൽ കൂടെ പോയിട്ട് കറങ്ങി തിരിച്ച് നമുക്ക് പേരക്കേൻ്റെ ഒരു ഭാഗത്തിടാം. ചാണകത്തിലിട്ട് കടന്നോട്ടെ, നല്ല വളമല്ലേ, വളർന്നോളൂ. ഒന്ന് ചാണകത്തിലിട്ട്, അതോ തീർച്ചയായും ക്ലിയർ ചെയ്താൽ ഉണങ്ങി ചാണകത്തിൻ്റെ മേലെ ഭാഗത്തിട്ടിരിക്കുന്നത്. ഇത് നല്ല കാടല്ലേ, ഇവിടെ ഇട്ടാലോ 1. ഞാൻ ചാലയുടെ ഭാഗത്ത് തന്നെ നോക്കിയിടാം. 1 ഇവിടെ ഇട്ടാലേ. അവിടെ പോയില്ല, അതാ ഇലയിൽ തങ്ങിയിരിക്കണ്. ഓക്കെ, അതവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആകെ 1 വിത്തുള്ളൂ, നമ്മളെ വീടിൻ്റെ ഭാഗത്ത് ഇടാനാട്ടോ. ഞാൻ ഇവിടെ ഇട്ട് തീർത്ത്. നല്ല സ്ഥലം എനിക്ക് ഇടാൻ തോന്നിയപ്പോൾ ഞാൻ ഇവിടെ ചാണകത്തിലൊക്കെ ഇട്ട് തീർത്ത് കേട്ടോ. ഇനി 1 ഉണ്ട്, നമുക്ക് ഞങ്ങളെ വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ മൂലയൊക്കെ കൊണ്ടുപോയിട്ട് ഇടാം. വളർന്നോട്ടെ. നല്ല മഴയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും മഴ പെയ്താൽ മതിയില്ല. മഴ പെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. അത് കുതിർന്നോളും, പിന്നെ അതങ്ങനെ മുളച്ചോളും. ഞാൻ ഹാപ്പി, ഈ ഭൂമി ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ പഞ്ഞീൻ്റെ ലാസ്റ്റത്തെ കുരു ഉണ്ടല്ലോ, നമ്മൾ ഈ തോടിൻ്റെ പക്കത്തില്ലേ അവിടെ ഇട്ട് കൊടുക്കാം. അതാണ് ഈ വെള്ളം കിട്ടും. ഇത് മാത്രമല്ല വളരെയാണെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള തിണ്ട് തോടിൻ്റെ ഭാഗത്തേക്ക് ഇടിഞ്ഞ് പോവില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ഭാഗത്തൊരു തെങ്ങ് കട്ടത്. അത് കാണുന്നുണ്ടോ? ഇവിടെ ഒരു ഭാഗത്ത് തെങ്ങ് കട്ടുണ്ട് അങ്ങോട്ട് പോകാതെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുരു കൂടി നമുക്ക് ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ക്ലിയർ അങ്ങോട്ട് തന്നെ പോകണം, അല്ല ആ ഭാഗം സേഫ് ആവുള്ളൂ. ക്ലിയർ. ഇനി അവിടെ നിന്ന് വെള്ളം കിട്ടും, അത് വളരും. വലിയ മരം പഞ്ഞിയൊക്കെ ഇങ്ങോട്ട് വീയും. വീട് മൊത്തം സ്നോ കൊണ്ട് നിറയും പോലെ ആവും. തിന്നണ്ടിക്കുന്നോ? കയ്പ്പാണ്. ഞാൻ നേരത്തെ കുടിക്കട്ടെ കേട്ടോ. ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട്. എന്ത് ചൂടറിയാം. വെറുതെ പോയി അവിടെ വരെ നടന്ന് വ്ളോഗ് എടുത്ത് ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും എന്ത് ചൂടാണ്. ഞാൻ വേഗം കുളിക്കട്ടെ. രണ്ടാമത് അന്തമല്ല, അന്തോ രാത്രി വിളിക്കാമായിരുന്നു. എന്നാൽ രാത്രി വിളിച്ചോട്ടെ. ഞാൻ ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് വ്ളോഗ് വേഗം ക്ലോസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യട്ടെ. കുറേ എഡിറ്റ് ചെയ്യാണ്ട് എപ്പോഴും വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ട് കുറേ എഡിറ്റ് ചെയ്യാണ്ട് കാര്യമാണ് ഗൈസ്. കുറേ എഡിറ്റ് ചെയ്യട്ടെ, കുറേ അപ്ലോഡ് ചെയ്യട്ടെ, കുറേ ഗ്രോ ആവട്ടെ. ക്വാണ്ടിറ്റി അല്ല മുഖ്യം, ക്വാളിറ്റി അല്ല മുഖ്യം, ക്വാണ്ടിറ്റിയാണ് മുഖ്യം. അപ്പോൾ നമ്മളെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂട്ടട്ടെ. ഫുൾ ടൈം വ്ളോഗ് എടുക്കാൻ പറ്റട്ടെ എന്നല്ല, ഫുൾ ടൈം ലൈഫ് ലോങ്. ഞാൻ കൊയ്ക്കാട് ചവിട്ടിയാണ് കേട്ടോ. എന്തോ പഞ്ഞി പോലത്തെ സാധനം ചവിട്ടി. അത് കുക്കുംബറിൻ്റെ തൊലിയാണ് കേട്ടോ. ടൈം വ്ളോഗ് എടുക്കാൻ പറ്റട്ടെ, സക്സസ് ആവാൻ പറ്റട്ടെ നല്ല സക്സസ് ആവും. ഫുൾ ടൈം വ്ളോഗ് എടുക്കും, വ്ളോഗ് ഉഷാറാവും, വ്ളോഗ് സക്സസ് ആവും. ഒരു ദിവസം ഞാൻ ആഗ്രഹിച്ച കാറും വീടും എല്ലാം ഞാൻ നേടിയെടുക്കും കേട്ടോ. കാറ് വെച്ചാൽ ഏതറിയാലോ, പോർഷെ യെല്ലോ പോർഷെ. ഓക്കെ, ഞാൻ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
യെല്ലോ പോർഷെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫിക്സ് ചെയ്യണങ്കാട്ടി പിന്നെ ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ. ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അച്ഛനൊരു പാട്ട് ഇട്ടിക്കണ്, നല്ല എമോഷണൽ ലവ് പാട്ട്. അത് ആർക്കറിയോ? അമ്മയ്ക്ക് വേണ്ടിയിട്ട് പാട്ട്. അതിതാ അമ്മയ്ക്ക് വേണ്ടി പാട്ടിട്ടാ. അതൊക്കെ അമ്മയ്ക്ക് വേണ്ടി പാട്ടിട്ടാ. ഇതാ അച്ഛനെ അടിച്ചിട്ടാ ഇവിടെ പൊട്ടി വെച്ചിട്ടുണ്ട്. അച്ഛനില്ലേ അമ്മയ്ക്ക് വേണ്ടി പാട്ടിട്ടാണ് ഇത്, അമ്മയ്ക്ക് വേണ്ടി പാട്ടിട്ടതാണ്, അമ്മയ്ക്ക് വേണ്ടി പാട്ടിട്ടാണ്. അതാന്തോ കുറച്ച് നേന്ത്രപ്പഴം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം മേടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ വരാം. എൻ്റെ വ്ലോഗ് ക്ലോസ് ചെയ്യാം, എനിക്ക് കുറേ എഡിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യണ കാര്യങ്ങളും ഞാൻ നോക്കട്ടെ കേട്ടോ. അച്ഛൻ പറഞ്ഞ പഴം മാത്രം മേടിക്കാനേ കേട്ടോ. പോയി വന്നപ്പോൾ കടയിൽ പോയി പച്ച മേടിച്ച് പറയണം. തക്കാളി, കിഴങ്ങ്, ഉള്ളി, കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എന്നാ പഴം എന്തിനാ അമ്മ? പഴംപൊരി ഉണ്ടാക്കാനല്ലേ? ഇന്ന് ഒന്നിടയ്ക്ക് ഞാൻ തിന്നിട്ട് ഗൈസ് ഐ എം സോ എക്സൈറ്റഡ് ഫോർ നെക്സ്റ്റ് ഡേ. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞോണ്ട് കുറച്ച് ഇംഗ്ലീഷ് ഇങ്ങനെ ഫസ്റ്റ് പറയാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇംഗ്ലീഷ് പറഞ്ഞേ പറ്റൂ, പറഞ്ഞ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നാളത്തെ ദിവസം സ്പെഷ്യലാണ്. എനിക്ക് നാളെ അടിപൊളിയായിട്ട് വ്ളോഗ് എടുക്കണമെന്ന് നല്ല കോൺഫിഡൻസോടെ പറയുമെങ്കിൽ നല്ല പോസിറ്റീവ്, ഇപ്പോൾ നല്ല എന്താ പറയുക, നല്ല എനർജി കിട്ടിയ പോലെ. ഞാൻ നാളെ അടിപൊളിയായിട്ട് വ്ളോഗ് ഇടും. അത് മാത്രമല്ല ഇന്നത്തെ വ്ളോഗ് ഇവിടുന്ന് എൻ്റെ ആക്കാൻ കേട്ടോ, കുറേ എഡിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ കുറച്ച് തിരക്കിട്ട പരിപാടിയൊക്കെ ഉണ്ട്. തിരക്കിട്ട പരിപാടി വെച്ചാൽ മൊബൈലിലല്ല കേട്ടോ, കുറേ കാര്യങ്ങൾ നോക്കാണ്ട് യൂട്യൂബിനെ പറ്റി കുറേ കാര്യങ്ങൾ എനിക്ക് ഇനി യൂട്യൂബ് ഗ്രോ ആക്കണം. അപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വ്ളോഗ് ക്ലോസ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ടൈം വ്ളോഗ് എടുക്കാൻ പറ്റത്തെ ഇനി ഫുള്ള് ലൈഫ് ടൈമായിട്ട് വ്ളോഗ് എടുക്കാൻ ഫുള്ള് തെറ്റി പോകണം.